പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും സഹായിക്കുന്ന ബൈബിളിലൂടെയുള്ള മനോഹരമായ യാത്രയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയ ഒരു സമയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വചന വായനാ കാലഘട്ടം പുതിയത് ആരംഭിക്കുമ്പോൾ അത് മിശിഹായിലേക്കുള്ള മൂന്നാമത്തെ പരിശോധനാ മുനമ്പാണ്. നമ്മൾ വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. 258 ദിവസം മുതൽ 266 ദിവസം വരെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ഈ ആമുഖ ചർച്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വിൽസനച്ചൻ പതിവ് പോലെ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. നമുക്ക് അച്ഛനോടൊപ്പം ഈ വായന കാലഘട്ടത്തിലെ മത്തായിയുടെ സുവിശേഷ വചന വായനയെ പരിചയപ്പെടാനായി പരിശ്രമിക്കാം. വിൽസനച്ച, ഈ ചർച്ചയിലേക്ക് അച്ഛനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വളരെ ദീർഘമായ ഒരു വായനാ കാലമാണ് പൂർത്തിയാക്കുന്നത്. അതായത് പ്രവാസം എന്ന കാലം നമുക്ക് വളരെ ദീർഘമായ വായനകളാണ് തന്നത്. അച്ഛൻ ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്കാണ്. മിശിഹായിലേക്കുള്ള മൂന്നാമത്തെ പരിശോധനാ മുനമ്പാണ് ഇത്. ഈ ഒരു പുതിയ നിയമത്തിലെ വായനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രവാസ വായനയിൽ എവിടെ എത്തി നിൽക്കുന്നു അച്ഛൻ? ഒരു വായനക്കാരെന്ന നിലയിൽ അച്ഛൻ്റെ അനുഭവം എന്താണ്? വളരെ സന്തോഷം. ഒരിക്കൽ കൂടി നമുക്ക് വചനത്തെക്കുറിച്ച് സംസാരിക്കാൻ ദൈവം തന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് വളരെ പ്രധാനപ്പെട്ട, വളരെ ഹൃദയസ്പർശിയായ ഒരു ഘട്ടമായിട്ടാണ് എനിക്ക് ഈ കഴിഞ്ഞ ഘട്ടം അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ പഠിക്കാൻ സാധിച്ചപ്പോഴത്തേക്ക് നമ്മളെ സ്പർശിക്കുന്ന ഒത്തിരി വചനങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ അത് അച്ഛൻ നന്നായിട്ട് പഠിപ്പിച്ചു തന്നപ്പോൾ യഥാർത്ഥത്തിൽ ബൈബിള് ഇതുവരെയും വായിച്ചപ്പോൾ ഇതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഇതിനെ ഇതുപോലെ തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമുണ്ടെങ്കിലും ഇപ്പോഴെങ്കിലും അതിനെ സാധിച്ചதை ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അച്ഛാ, നമ്മൾ ഈ പൂർത്തിയാക്കിയ ഈ കാലഘട്ടം വരെയുള്ള സമയം, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടം പ്രത്യേകമായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവം ഒത്തിരി പരാതി പറയുന്ന, പരിഭവം പറയുന്ന, അല്ലെങ്കിൽ ദൈവം നിസ്സഹായനാണോ എന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ. അതായത് ജനത്തിൻ്റെ പാപങ്ങൾ, അവരുടെ അവിശ്വസ്തത, അവരുടെ വിഗ്രഹാരാധന, ഇതൊക്കെ കാണുമ്പോൾ കർത്താവ് അവരോട് ഒത്തിരി സങ്കടപ്പെടുന്നത് പോലെ അത് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയാണോ? അങ്ങനെയൊരു അവസ്ഥ ഉണ്ടോ? അതെന്താണ് ഇത് അർത്ഥമാക്കുന്നത്? അങ്ങനെ ഒരു ദീർഘമായ അധ്യായങ്ങൾ പോലുമുണ്ട് ഈ ഒരു പരിഭവം പറയുന്ന, പരാതി പറയുന്ന അധ്യായങ്ങൾ. ഈ ജനത്തെ അടിമത്തത്തിലേക്ക് പറഞ്ഞയക്കാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ അവസാനത്തെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു പ്രവാചകന്മാർ. അവസാന റൗണ്ട് പരിശ്രമം നടത്തുന്നത് പോലെ നമുക്ക് തോന്നുന്ന വിധത്തിലാണ് പ്രവാചകന്മാരുടെ വാക്കുകളെല്ലാം. ഉദാഹരണത്തിന് ജെറമിയ ആ 40 വർഷവും ഈ പ്രവാസത്തിലേക്ക് പോകാതിരിക്കാനുള്ള പ്രവചനങ്ങളാണ് നടത്തിയത്. അപ്പോൾ ദൈവം ഇങ്ങനെ തൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്ത് നിലനിർത്താൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമായി ദൈവം നടത്തുന്ന ഈ ശ്രമങ്ങൾ നമുക്കറിയാം. ചരിത്രം വായിച്ച് നമുക്കറിയാം. അത് ആ ശ്രമങ്ങൾ ഒരുപക്ഷെ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ ദൈവം വളരെ ഹെൽപ്ലെസ്സായി എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് നമുക്കിതൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രവാസം കഴിഞ്ഞ് ഇന്ന് പുതിയ നിയമ വായന അതിലേക്ക് നമ്മൾ കടക്കുന്നത്. അതായത് ഒരു പരിധിവരെ ദൈവത്തിൻ്റെ പരിശ്രമങ്ങൾ ഫലം കണ്ടില്ല എന്ന് തോന്നുന്ന ഇടത്ത് നിന്ന് ദൈവം ആത്യന്തികമായി വിജയം വരിക്കും എന്ന് സൂചിപ്പിക്കുന്നതാണ് സത്യത്തിലെ സുവിശേഷം, അല്ലെങ്കിൽ സുവിശേഷ വായന. അച്ഛൻ പറഞ്ഞത് 100% ശരിയാണ്. ഈ വചനയാത്രയിലുടനീളം നമ്മൾ അനുഭവിച്ച ഒരു വേദനയാണിത്. ദൈവത്തെ അത്രയും ഹെൽപ്ലെസ്സായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്ന അനുഭവങ്ങൾ, അത് ഒരു പരിധിവരെ ഈ സ്നേഹത്തിൻ്റെ നിസ്സഹായതയാണ്. സ്നേഹത്തിന് അങ്ങനെയുള്ള ഒരു നെടുവീർപ്പുകളും വിലാപങ്ങളും പരിദേവനങ്ങളും പറയുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനാവാത്ത വിധത്തിൽ സ്നേഹം നിസ്സഹായമായി പോകുന്ന സന്ദർഭങ്ങളാണത്. പക്ഷേ നമുക്കറിയാം, പുതിയ നിയമം ആകുമ്പോഴേക്കും ക്രിസ്തുവിൻ്റെ വരവോടുകൂടി അതിനെയെല്ലാം ദൈവം എങ്ങനെ അതിജീവിച്ചു, അല്ലെങ്കിൽ ജനതയെ ദൈവം എങ്ങനെ രക്ഷിച്ച് അവസ്ഥകളെ അതിജീവിക്കാൻ സഹായിച്ചു എന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പുതിയ വചന വായനാ കാലഘട്ടം. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് നമുക്ക്
ഇനി വരുന്ന, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, ഒരു 258 ദിവസം മുതൽ 266 ദിവസം വരെ നമ്മൾ ഒരു ഫാസ്റ്റ് റീഡിംഗ് മത്തായിയുടെ സുവിശേഷം വായന നടത്തി പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവാസവുമായിട്ട് അതിന് വലിയ ബന്ധം ഉണ്ട് എന്ന് നമുക്ക് ഇതിൻ്റെ പഠനത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവും. അച്ഛൻ ഈ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ അച്ഛനുള്ള പ്രതീക്ഷകളും അല്ലെങ്കിൽ അച്ഛനുള്ള ഒരു വായനക്കാരൻ എന്ന നിലയിൽ ചോദിക്കാനുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ്? മത്തായിയുടെ സുവിശേഷത്തിൻ്റെ സവിശേഷമായ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. അതുകൂടാതെ എന്തുകൊണ്ട് മത്തായിയുടെ സുവിശേഷം, എന്താണ് അതിൻ്റെ ആവശ്യകത? 4 സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു? നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ യോഹന്നാൻ വായിച്ചു, പിന്നെ നമ്മൾ മർക്കോസ് വായിച്ചു. ഇനി അവശേഷിക്കുന്ന 2 സുവിശേഷങ്ങൾ വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായുമാണ്. വിശുദ്ധ ലൂക്ക നമ്മൾ വായിക്കാൻ പോകുന്നത് മിശിഹായുഗ പൂർത്തീകരണം എന്ന ഒരു ടൈം പീരീഡായിട്ടാണ്. എങ്ങനെ ക്രിസ്തുവിലെല്ലാം പൂർത്തിയായി എന്ന് മനസ്സിലാക്കാനാണ് ലൂക്ക നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവശേഷിക്കുന്ന സുവിശേഷം മത്തായിയാണ്. അതുകൂടാതെ പ്രവാസത്തിന് ശേഷം എന്തുകൊണ്ട് മത്തായി വായിക്കുന്നു എന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ട വചനബദ്ധമായ ചില കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ദാനിയേൽ വായിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു, ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ദാനിയേൽ ദീർഘമായ ഒരു പ്രാർത്ഥന ദൈവത്തോട് നടത്തി. ആ പ്രാർത്ഥന ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യം ഇതാണ്: 70 വർഷം പൂർത്തിയാവുകയാണ്, ദൈവമേ, പ്രവാസം അവസാനിക്കുന്നില്ലേ? അപ്പോൾ ഈ പ്രാർത്ഥനയുമായി ദാനിയേൽ 9 ദാനിയേൽ കർത്താവിൻ്റെ മുമ്പിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും നിൽക്കുമ്പോൾ ഒരു മാലാഖ അയക്കപ്പെടുന്നു. നമുക്കറിയാം, ആ മാലാഖ ഗബ്രിയേൽ മാലാഖയാണ്. അപ്പോൾ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ദാനിയേലിനോട് പറയുന്ന ആ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു, പ്രവാസം ഉടനെ അവസാനിക്കില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഭൂമിശാസ്ത്രപരമായി മടങ്ങിപ്പോവും. എന്നാൽ യഥാർത്ഥത്തിൽ പ്രവാസം അവസാനിക്കുന്നത് ദാനിയേൽ 9 നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് ഇനിയൊരു 490 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, അഭിഷിക്തൻ വരുമ്പോഴാണ്. പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനും പ്രവചനങ്ങൾക്ക് മുദ്ര ചെയ്യാനും അഭിഷിക്തൻ വരുന്നത് വരെ വർഷങ്ങളുടെ 70 ആഴ്ചകളുണ്ടാകും എന്ന് പറഞ്ഞ് ഇനി ഏതാണ്ട് ഒരു 500ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രവാസം അവസാനിക്കുന്നത് എന്നാണ് ഗബ്രിയേൽ പറയുന്നത്. മനോഹരമാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഗബ്രിയേൽ വരുന്നതോടാണ് ലൂക്ക ആരംഭിക്കുന്നത്. ദാനിയേൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാൻ വന്ന ഗബ്രിയേൽ ഏതാണ്ട് 500 കൊല്ലം കഴിഞ്ഞ് പ്രവാസം അവസാനിക്കത്തുള്ളൂ, അഭിഷിക്തൻ വരുമ്പോഴേ, മിശിഹ വരുമ്പോഴേ യഥാർത്ഥത്തിൽ പ്രവാസം അവസാനിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ അതേ ഗബ്രിയേൽ അറിയിപ്പുമായി വരുന്നിടത്താണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അപ്പോൾ ജിയോഗ്രഫിക്കലി എക്സൈൽ 70 വർഷം കൊണ്ട് തീർന്നു. സ്പിരിച്വലി എക്സൈൽ തീർന്നിട്ടില്ല. ജനം ഇപ്പോഴും അടിമത്തത്തിലാണ്. അപ്പോൾ ആ അടിമത്തത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കുന്ന ആ മോചനമാസനമാകണമെങ്കിൽ അഭിഷിക്തൻ വരണം. അപ്പോൾ ആ അഭിഷിക്തൻ വരുന്നതാണ് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നത്. വളരെ കൗതുകകരമായി നമുക്ക് കാണാൻ പറ്റും. യേശുവിൻ്റെ വംശാവലിയിൽ ബാബിലോൺ പ്രവാസം മുതൽ മിശിഹ വരെ എന്ന് പറയുന്നൊരു സമയം പറയുന്നുണ്ട്. നോർമലി ഒരു വംശാവലിയിൽ ഇതാരും പറയില്ല. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നാണക്കേടുള്ള ഒരു കാലമാണ് പ്രവാസം. ആരും ഒരു കുടുംബചരിത്രം എഴുതുമ്പോൾ ഈ നാണക്കേടിൻ്റെ കാലം ഓർമ്മിക്കത്തില്ല. എന്നാൽ മത്തായി ബോധപൂർവ്വം എഴുതുകയാണ് ബാബിലോൺ പ്രവാസം മുതൽ മിശിഹ വരെ എന്ന് പറഞ്ഞാൽ ബാബിലോൺ പ്രവാസം തീരുന്നത് മിശിഹായിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മത്തായി എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പ്രവാസം തീരുന്നത് ശരിയായ വിധത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളപ്പോൾ പഴയ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണെന്ന് പറയുന്നത്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് കർത്താവിനെ അവതരിപ്പിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വിശുദ്ധ മത്തായി യഹൂദ ക്രൈസ്തവരെ പ്രധാനമായിട്ടും ലക്ഷ്യമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവരായി തീർന്നിട്ടും യഹൂദ മതത്തിൽ നിന്ന് ഇനിയും വേർപിരിയാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവർ വല്ലാത്തൊരു കൺഫ്യൂഷനും അവിടെ ഉണ്ടായിരുന്നു, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി കൂടിയാണോ ഈ സുവിശേഷം എഴുതപ്പെട്ടത്? അതായത് മത്തായി 1 അച്ഛൻ പറഞ്ഞ പോലെ യഹൂദർക്കാണ് എഴുതിയത്. 2 മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രമേയം സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്. അതായത് സെദക്കിയ എന്ന് പറയുന്ന രാജാവിന് ശേഷം ഇസ്രായേലിൽ രാജാവില്ല. ദൈവം സ്ഥാപിച്ച ആ രാജവംശം അവസാനിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത്, എന്നാൽ നമ്മൾ സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ കണ്ടിരുന്നു, 1 സാമുവേൽ 7 ദാവീദിനോട് ചെയ്ത നിത്യമായ ഉടമ്പടി, നിന്റെ സിംഹാസനത്തിൽ എന്നും ഒരു രാജാവ് ഉണ്ടാവും. അപ്പം ഇത് രണ്ടും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്തൊരു പൊരുത്തക്കേട്. സെദക്കിയായോടുകൂടി രാജപരമ്പരകൾ അവസാനിക്കുന്നു, പിന്നീട് രാജാവില്ല. എന്നാൽ
ദാവീദിന് നൽകിയ ഉടമ്പടി നിലനിൽക്കുന്നു. നിത്യനായൊരു രാജാവ്, എന്നും നിന്റെ സിംഹാസനത്തിൽ രാജാവ് ഉണ്ടാവും. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അവർ പരിഹരിച്ചത് ഒരു രാജാവ് വരും എന്ന പ്രതീക്ഷകൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ യഹൂദ ജനത പ്രവാസത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ആരംഭിക്കുന്നത്. കാരണം സെദക്കിയായ്ക്ക് ശേഷം രാജാവില്ല, എന്നാൽ രാജാവ് വരുമെന്നുള്ള ഒരു പ്രവചനം ദാവീദിലൂടെ കിടക്കുന്നു, രാജാവ് ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാം റിസ്റ്റോർ ചെയ്യുന്ന ഒരു രാജാവ് തങ്ങൾക്ക് വരാനുണ്ട് എന്ന പ്രതീക്ഷകളിൽ നിന്നാണ് മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആ മിശിഹ രാജാവായിരിക്കും എന്നാണ് അവരുടെ മനസ്സിൽ കൺസീവ് ചെയ്തിരിക്കുന്നത്. ആ രാജാവ് വന്ന് സ്ഥാപിക്കുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യത്തിലെ രാജാവ് യേശുവാണ് എന്ന് അസന്ദിഗ്ധമായി സംശയമില്ലാതെ പ്രഖ്യാപിക്കുകയാണ് മത്തായി സുവിശേഷത്തിലൂടെ ചെയ്യുന്നത്. അതായത് നിങ്ങൾ നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്ന മിശിഹ സ്വർഗരാജ്യം അല്ലെങ്കിൽ സ്വർഗീയമായ ദൈവികമായ രാജ്യം സ്ഥാപിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ ആ രാജാവ് യേശുവാണ് എന്ന് സ്ഥാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ കുറേയധികം യഹൂദരുടെ ചോദ്യങ്ങൾക്ക്, ഇപ്പോൾ ഈ വംശാവലി പോലും സ്ത്രീകളെ അവതരിപ്പിക്കുമ്പോൾ ക്വസ്റ്റ്യനബിൾ ഐഡൻറ്റിറ്റിയുള്ള സ്ത്രീകളാണ് ഇതെല്ലാം, സംശയത്തിൻ്റെ നിഴലുള്ള സ്ത്രീകൾ. ആ സ്ത്രീകളെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ നോർമലി പറയാറും പ്രസംഗിക്കാറും ഒക്കെ ഉള്ളത് എന്താണ്? ഈശോ പാപികളായ മനുഷ്യരെ തൻ്റെ വംശാവലിയിൽ ചേർത്തു എന്ന വിധത്തിലാണ്. പക്ഷെ അതല്ല അതിൻ്റെ യഥാർത്ഥ കാരണം. ഈശോയുടെ ജനനത്തെക്കുറിച്ച് യഹൂദർക്ക് ചില ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ഇവൻ ജോസഫിൻ്റെ മകൻ അല്ല. അപ്പോൾ മറിയത്തിനുണ്ടായ സംശയാസ്പദമായ ഒരു ജനനമാണ് യേശുവിൻ്റേത് എന്ന് അവർക്ക് ഒരു ആക്ഷേപം യഹൂദ ക്രിസ്ത്യാനികളോടുണ്ടായിരുന്നു. മത്തായി ഇതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങളുടെ വംശാവലിയിലെ 4 പേരെ ഞാൻ കാണിച്ചു തരാം. ആ 4 പേർക്കും അവരുടെ ജനനം ക്വസ്റ്റ്യനബിളായ സ്ത്രീകളിൽ നിന്നാണ്. അവരുടെ ജനനത്തിന് ഈ സംശയാസ്പദമായ ചില നിഴലുകൾ ഉണ്ട്. അപ്പോൾ സോളമനെ സ്വീകരിച്ച നിങ്ങൾക്ക്, പെരേസിനെ സ്വീകരിച്ച നിങ്ങൾക്ക്, ബോവാസിനെ സ്വീകരിച്ച നിങ്ങൾക്ക്, അതുപോലെ ഓബദിനെ സ്വീകരിച്ച നിങ്ങൾക്ക്, ദാവീദിനെ സ്വീകരിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല? അവരുടെ അമ്മമാർക്ക് സംശയാസ്പദമായ പശ്ചാത്തലങ്ങളുണ്ടായിരുന്നിട്ടും നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ നിങ്ങൾ ഈ ആരോപിക്കുന്ന പ്രകാരത്തിൽ നിങ്ങൾ മറിയത്തെ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സത്യത്തിൽ പരിശുദ്ധ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, യേശുവിൻ്റെ ജനനത്തെ, അതിൻ്റെ സാങ്ക്ടിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ വംശാവലി. അപ്പോൾ സുവിശേഷത്തിലൂടെ മത്തായി ശ്രമിക്കുന്നത്, 1, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രാജാവ് യേശുവാണ്. 2, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ തന്നെ തിരുവെഴുത്തുകളിൽ ഉത്തരമുണ്ട്. ആ ഉത്തരം പിക്ക് ചെയ്തെടുത്ത് ഓരോ പോയിന്റിൽ വെച്ച് അവരുടെ സംശയങ്ങൾക്ക് നിവാരണം നടത്തുന്നതാണ്. ഇസ്രായേലിൻ്റെ രക്ഷയുടെ പൂർത്തീകരണം ഈശോയിലൂടെയാണെന്ന് തെളിയിക്കുവാൻ എനിക്ക് തോന്നുന്നു മോശയുമായിട്ടൊക്കെ ഈശോയെ ഒന്ന് ബന്ധപ്പെടുത്താനായിട്ട് മത്തായി ശ്ലീഹ ശ്രമിക്കുന്നത് പോലെ. പ്രത്യേകിച്ച് ഈ ജനന സമയത്തെ ചില വിവരണങ്ങൾ, അതായത് ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന സംഭവം ഒക്കെ മത്തായി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിൽ നടത്തുന്ന മലമേൽ ഉള്ള പുതിയ കൽപ്പനകൾ, സീനായി ഉടമ്പടിയെ അല്ലെങ്കിൽ സീനായിൽ നൽകപ്പെട്ട 10 കൽപ്പനകളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അതായത് യഹൂദനെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ബോധ്യപ്പെടുത്തുക മാത്രമല്ല, യഥാർത്ഥത്തിൽ എന്തെന്നറിയോ, നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സുവിശേഷങ്ങൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താക്കോലാണ് റീക്യാപിറ്റുലേഷൻ എന്ന് പറയുന്ന ഒരാശയം. റീക്യാപിറ്റുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി ജീവിക്കുകയാണ്. അതായത് യേശു യഥാർത്ഥത്തിൽ ജീവിച്ചത് യേശുവിൻ്റെ ജീവിതമല്ല, ഇസ്രായേലിൻ്റെ ജീവിതം യേശു ഒരിക്കൽ കൂടി റീക്യാപിറ്റുലേറ്റ് ചെയ്യുകയാണ്, ഒരിക്കൽ കൂടി റീലിവ് ചെയ്യുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവെന്ന നിലയിൽ തൻ്റെ ജനം തോറ്റ ഇടങ്ങളിലൂടെയെല്ലാം ഈ രാജാവ് വിജയിച്ച് കടന്നു വരുന്നൊരു ചിത്രമാണ് സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ജനം കടന്നുപോയ എല്ലാ അനുഭവങ്ങളിലൂടെയും ഈ മിശിഹായും കടന്നു പോകുന്നുണ്ട്. അതാണ് ആദ്യജാതന്മാരുടെ വധം, ഈജിപ്തിലേക്കുള്ള പലായനം, ജോർദാൻ കടന്നാണല്ലോ പഴയ ജോഷുവ, ഒരു പേരാണല്ലോ യേശുവും ജോഷുവയും. പഴയ ജോഷുവ ജോർദാൻ കടന്നാണ് വാഗ്ദത്ത നാട്ടിലേക്ക് ആളുകളെ നയിക്കുന്നത്. അതുകൊണ്ട് ഈശോ പരസ്യജീവിതം ആരംഭിക്കുന്ന ജോർദാനിലാണ്. ഇനി അതുപോലെ തന്നെ ചെങ്കടൽ കടന്ന് ഇവർ നേരെ പോകുന്നത് മരുഭൂമിയിലേക്കാണ്. ഈശോ ജോർദാൻ കടന്ന് നേരെ പോകുന്നത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിലേക്ക് ചെന്ന ഉടനെ ഇവർ ആദ്യം 3 പ്രാവശ്യമാണ്, 3 പരീക്ഷണങ്ങളിലാണ് പരാജയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈശോ സാത്താനാൽ 3 പ്രാവശ്യം പരീക്ഷിക്കപ്പെട്ട് വിജയിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ ജീവിച്ച ജീവിതം
മുഴുവൻ ഈശോ ഒരിക്കൽ കൂടി ജീവിക്കുകയാണ്. നമ്മൾ നോർമലി പറയാറുള്ളത് ക്രിസ്തു നമുക്ക് പകരം മരിച്ചു എന്ന് മാത്രമാണ്. ക്രിസ്തു നമുക്ക് പകരം ജീവിച്ചു എന്ന് പറയുന്നൊരു തലമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ മത്തായി അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ ചരിത്രത്തിൽ നടന്നു തീർക്കാൻ പരാജയപ്പെട്ട, അല്ലെങ്കിൽ ജീവിച്ചപ്പോൾ പരാജയപ്പെട്ട എല്ലാ വഴികളിലൂടെയും നിങ്ങളുടെ രാജാവ് നടന്നുപോയി. അവൻ അവിടെ നിങ്ങൾക്ക് പകരം വിജയിച്ച് നിങ്ങളെ വീണ്ടെടുത്തു. അപ്പോൾ മോശ കൊടുത്ത പഴയ നിയമത്തിന് പകരം പുതിയ നിയമം യേശു അവതരിപ്പിക്കുന്നു. അങ്ങനെ പഴയ ജോഷുവ, പുതിയ ജോഷുവ, പഴയ മോശ, പുതിയ മോശ, ഇങ്ങനെയുള്ള ഒരു പാരലിസം നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ പറ്റും. ജോസഫ് പോലും അങ്ങനെ കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. യൗസേപ്പ് പിതാവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത് മത്തായി ശ്ലീഹയല്ലേ? എന്താ യൗസേപ്പ് പിതാവിനെ കുറിച്ച് കാരണം വിശുദ്ധ ലൂക്കോസാണ് അമ്മയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത്. പക്ഷേ യൗസേപ്പ് പിതാവിനെ കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ നമുക്ക് ലഭിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. അത് ഈ യൗസേപ്പിൻ്റെ സ്വപ്നമൊക്കെ, അതെ, അത് ഈ കണക്ഷനാണ്. അതെ അതെ അതെ. അതായത് ഞാനൊരു 8 കണക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പഴയ നിയമത്തിൽ ജോസഫിൻ്റെ അപ്പൻ്റെ പേര് യാക്കോബാണ്. വംശാവലി നോക്കിക്കോളൂ, യോസേപ്പ് പിതാവിൻ്റെ അപ്പൻ്റെ പേരും യാക്കോബ് എന്നാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഈജിപ്തിലേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കുന്നത് യോസേപ്പ് പിതാവാണ്. അപ്പോൾ യാക്കോബിനെയും മക്കളെയും ഈജിപ്തിലേക്ക് കൊണ്ടുപോയി സംരക്ഷിക്കുന്നത് പഴയ ജോസഫാണ്. അങ്ങനെ ഒരു 7-8 കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇവർ തമ്മിലുള്ള സമാനത. ഇതെല്ലാം തന്നെ ഈ പഴയ നിയമത്തിൻ്റെ റീലിവിങ് ആണ് യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പശ്ചാത്തലം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. വംശാവലിയെ കുറിച്ച് അച്ഛൻ പറഞ്ഞല്ലോ. ഈ വംശാവലി യഥാർത്ഥത്തിൽ പൂർണ്ണമാണോ? അതിൽ ഒത്തിരിയൊക്കെ വിട്ടുപോയിട്ടുണ്ടോ? അതായത് പ്രത്യേകിച്ച് 2ാമത്തെ ഘട്ടം, അതായത് ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒത്തിരി പേരുകൾ വിട്ടുപോകുന്നത് പോലെ തോന്നുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അത് കംപ്ലീറ്റ് ആകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതായത് അവരെ സംബന്ധിച്ച് ഒരു ഹിസ്റ്റോറിക്കൽ ആക്യുറസി അല്ല സുവിശേഷകൻ ലക്ഷ്യം വെക്കുന്നത്. വംശാവലികൾ എഴുതുമ്പോൾ ആ വംശാവലികൾ എഴുതിയിരുന്ന രീതി തന്നെ അങ്ങനെയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ മകൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കൊച്ചുമകനായിരിക്കും. അപ്പോൾ ഒരു ലീനിയേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് അവർക്ക് ഹിസ്റ്റോറിക്കൽ ആക്യുറസി വംശാവലിയിൽ ഒരിക്കലും ബൈബിളിലെ ഒരു വംശാവലിയിലും നമുക്ക് പരിശോധിച്ചാൽ ഹിസ്റ്റോറിക്കൽ ഇന്നാക്യുറസികൾ കാണാൻ പറ്റും. അപ്പോൾ ഈ വംശാവലി എഴുതുന്ന എഴുത്തുകാരൻ്റെ ലക്ഷ്യം കൃത്യമായിട്ട് ഇന്നാളുടെ മകനെന്ന് പറഞ്ഞു പോവുകയല്ല, മറിച്ച് ഈ ഒരു ലീനിയേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇപ്പോൾ വംശാവലിയിൽ മത്തായി പരിശ്രമിക്കുന്നത് എന്താണ്? ഈശോ വന്നിരിക്കുന്നത് അബ്രാഹത്തിൻ്റെ പരമ്പരയിലാണ്. അബ്രാഹത്തിൻ്റെ തലമുറകളാണ് യഹൂദർ ജനം. അപ്പോൾ ആ യഹൂദ ജനത്തിൻ്റെ പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന ആളാണ് നിങ്ങളുടെ രാജാവ്. അബ്രഹാമിന് നൽകപ്പെട്ട ഉടമ്പടിയിൽ രാജാക്കന്മാർ ഉത്ഭവിക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഈശോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മത്തായിയുടെ ഈ വംശാവലി രചനയുടെ പിന്നിലെ ഇൻറ്റൻഷൻ. പുതിയ നിയമത്തിലെ തോറ എന്നാണ് മത്തായിയുടെ സുവിശേഷത്തെ വിളിക്കുന്നത്. പ്രത്യേകിച്ച് അതിന് കാരണം എനിക്ക് തോന്നുന്നു 5, 6, 7 അധ്യായങ്ങളാണ്. അച്ഛൻ എന്ത് പറയുന്നു? ഗിരിപ്രഭാഷണമായിരുന്നു യഥാർത്ഥത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഈ പഞ്ചഗ്രന്ഥിയാണല്ലോ യഹൂദൻ്റെ തിരുവെഴുത്തുകളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. മത്തായിയുടെ സുവിശേഷത്തെ നമുക്ക് ഇങ്ങനെ 5 പുസ്തകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പഞ്ചഗ്രന്ഥിയിലെ 5 ഗ്രന്ഥങ്ങൾ പോലെ തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ യഹൂദരുടെ ജീവിതവുമായിട്ട് സമാനത അവതരിപ്പിച്ച് ആ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. ഏതാണ്ട് അതിൻ്റെ ഒരു ഹാർട്ടെന്ന് നമുക്ക് പറയാം. അതായത് ഈ ഗിരിപ്രഭാഷണം മത്തായി അവതരിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, നിയമം അനുഷ്ഠിച്ച് നീതീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു പഴയ നിയമ ജനതയുടെ മുമ്പിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിയമം പാലിച്ചിട്ടില്ല. നിങ്ങൾ വിചാരിച്ചതല്ല നിയമപാലനം, നിങ്ങൾ വിചാരിച്ചതല്ല നീതി. ഉദാഹരണം പറഞ്ഞാൽ അവർ വിചാരിച്ചിരുന്നു എന്താണ്? കൊല്ലരുത് എന്ന് പറഞ്ഞാൽ ആ പ്രമാണം അനുസരിച്ചാൽ അവർ നീതിമാന്മാരായി. മത്തായി പറയുകയാണ്, ഇല്ല, നിങ്ങൾ ആ നിയമം പൂർത്തീകരിച്ചിട്ടില്ല, നിങ്ങൾ കോപിക്കുന്നുണ്ട്. മോഷ്ടിക്കരുത്, മോഷ്ടിച്ചില്ലെങ്കിൽ നീതിമാനാണ് എന്ന് ചിന്തിച്ചിരുന്നവരോട് മത്തായി പറയുകയാണ്, ഇല്ല, നിങ്ങൾ മോഹിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡിറ്റാച്ച്മെൻ്റ് ഇല്ല, ഉടുപ്പെടുക്കുന്നവന് മേലം കൂടി കൊടുക്കാനുള്ളൊരു സന്നദ്ധത നിങ്ങൾക്ക് ഇല്ല, നിങ്ങളപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ഈ ലൗകികത പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നിയമം പാലിച്ചത് വഴി നീതി പൂർത്തീകരിച്ചു എന്ന് ചിന്തിച്ചിരുന്ന യഹൂദ ജനതയ്ക്ക് മുമ്പിൽ മത്തായി ഉയർത്തുന്ന വെല്ലുവിളിയാണ് ഗിരിപ്രഭാഷണം. അതായത് നിയമം നിങ്ങൾ ആരും പൂർത്തീകരിച്ചിട്ടില്ല, നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ പൂർത്തീകരിച്ചെന്ന്, പക്ഷേ നിങ്ങൾ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ ആരും ഇതുവരെയും പാലിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഗിരിപ്രഭാഷണം. യോഹന്നാൻ സ്നാപകനെക്കുറിച്ചും നന്നായിട്ട് വിശുദ്ധ മത്തായി ശ്ലീഹ വിവരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏലിയായുടെ തുടർച്ചയായിട്ടാണോ യോഹന്നാൻ സ്നാപകനെ മത്തായി ശ്ലീഹ കാണുന്നത്? ഏലിയായെ നമ്മൾ അവസാനം കാണുന്നത് ജോർദാൻ്റെ കരയിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. സ്നാപക യോഹന്നാനെ നമ്മൾ ആദ്യം കാണുന്നത് ജോർദാൻ്റെ കരയിൽ വെച്ചാണ്.
എവിടെ വെച്ച് പഴയ എലിയ നിർഗമിച്ചോ അവിടെ പുതിയ എലിയ ആഗമിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ വരവിന് മുന്നോടിയായി ഈ ജനത്തെ ഒരുക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മമാണ് ഈ സ്നാപക യോഹന്നാൻ ഉണ്ടായിരുന്നത്. നമ്മൾ ആലോചിക്കും, എന്തിനാണ് യേശു വരുന്നതിന് മുമ്പ് ഒരുക്കേണ്ടത്? അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ജനത കഴിഞ്ഞ 400 വർഷമായിട്ട് പ്രവചനങ്ങൾ കേട്ടിട്ടേ ഇല്ല. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവർക്കില്ല. ദൈവം സംസാരിക്കുന്നു, "But thus says the Lord" എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഗ്രഹണശേഷി ഇല്ലാത്ത ജനമാണിത്. 400 വർഷമായിട്ട് ദൈവം അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈശോ വന്ന് അവരോട് ദൈവത്തിൻ്റെ സ്വരം സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ മാത്രം ഈ ജനം പ്രിപ്പയർഡ് അല്ല. ആ ജനത്തിന് ദൈവം കൊടുക്കുന്ന പ്രിപ്പറേഷനാണ് സ്നാപക യോഹന്നാൻ. പറയാണ്, ദാ ദൈവം സംസാരിക്കാൻ പോവാണ്. കഴിഞ്ഞ 400 വർഷമായിട്ട് ദൈവസ്വരത്തിന് നേരെ കാതടച്ച് കളഞ്ഞ, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാതെ ബധിരമായ നിങ്ങളുടെ കാതുകൾ ഇനി ആക്റ്റീവ് ആവണം, നന്നായിട്ട് ശ്രദ്ധിക്കണം, ദൈവം സംസാരിക്കാൻ പോവാണ്. യഥാർത്ഥത്തിൽ ഇതാണ് സ്നാപക യോഹന്നാൻ്റെ ധർമ്മം. ഇപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ലൈറ്റം കിട്ടാൽ കണ്ണ് ബ്ലേഡായി പോവില്ലേ എന്ന് പറഞ്ഞ പോലെ ഹൈ വോൾട്ടേജിൽ ഒരു വെട്ടം വരാൻ പോവാണ്. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് ആൾ നമ്മളെ ഉണർത്തിയിട്ട് ലൈറ്റ് ഇടാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഇട്ടാൽ നമ്മൾ പ്രിപ്പയർഡാണ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഏലിയ നോർത്തേൺ കിങ്ഡത്തിൽ, വടക്കൻ ഗോത്രങ്ങളിൽ അവരെ കർത്താവിലേക്ക് ഉണർത്താൻ ശ്രമിച്ച ആ പരിശ്രമങ്ങളുടെ ഭാഗമെന്നോണം സ്നാപക യോഹന്നാൻ ഈ യൂദയായിൽ മനുഷ്യരെ യേശുവിൻ്റെ വരവിന് മുമ്പ് ഒരുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് യോഹന്നാൻ ഉണ്ടായിരുന്നത്. ഈശോയെ ദൈവപുത്രൻ എന്നാണ് മത്തായി എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. യഹൂദൻ അത്ര സ്വീകാര്യമായ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരാശയമാണോ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് കർത്താവിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ? നമ്മൾ ദൈവപുത്രൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലല്ല മത്തായി ഉപയോഗിക്കുന്നത്. സൺ ഓഫ് ഗോഡ് എന്ന് യഹൂദനോട് പറഞ്ഞാൽ അതിനർത്ഥം രാജാവെന്നാണ്. കാരണം സോളമനെ ദൈവപുത്രൻ എന്നാണ് ആദത്തെ ദൈവപുത്രൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് രാജാവിൻ്റെ ടൈറ്റിലാണിത്, സൺ ഓഫ് ഗോഡ് എന്നുള്ളത്. മത്തായിയുടെ ഇൻറ്റൻഷൻ നമ്മൾ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ യഹൂദർ മനസ്സിലാക്കണമെന്നല്ല. ദാവീദിൻ്റെ പുത്രനായ, ദൈവപുത്രനായ രാജാവ് എന്ന അർത്ഥത്തിലാണ് മത്തായി അത് ഉപയോഗിക്കുന്നത്. ഈ സ്വർഗരാജ്യം എന്നുള്ള വാക്ക് അത് ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു. സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരിക്കലും ഒരു ദൈവം എന്ന് പറയുന്ന വാക്ക് പറയില്ല. രണ്ടും ഒന്ന് തന്നെ. സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒന്ന് തന്നെ. സെയിം. ദൈവം എന്നുള്ള വാക്ക് പറയില്ല അവർ. യഹൂദൻ പറയില്ല. അതുകൊണ്ട് യഹൂദനോട് പറയുമ്പോൾ ഇപ്പോൾ ദൈവം സംസാരിച്ചു എന്ന് പറയാൻ യഹൂദൻ പറയുന്നത് സ്വർഗം സംസാരിച്ചു എന്നാണ്. അപ്പോൾ അതിന് പകരം ആ വാക്ക് മാറ്റിയെന്നേ ഉള്ളൂ. വിശുദ്ധ പത്രോസ്ലീഹായ്ക്ക് കൊടുക്കുന്ന അധികാരം, അല്ലെങ്കിൽ വിശുദ്ധ പത്രോസ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം, അതിൽ വിശുദ്ധ മത്തായി സ്ലീഹ മാത്രം വിവരിക്കുന്ന ഒരു കാര്യമുണ്ട്: സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണിത്. യഥാർത്ഥത്തിൽ വിശുദ്ധ മത്തായി സ്ലീഹ പരിശുദ്ധ സഭയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണോ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് കൃത്യമായിട്ടും അത് സഭയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. സഭ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്, സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നത് മത്തായി സ്ലീഹയാണ്. സഭയെന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യമാണ് അല്ലെ സ്വർഗരാജ്യമാണ് മത്തായിയുടെ പ്രമേയം. ഞാൻ പെട്ടെന്ന് ഈ 28 അധ്യായങ്ങളെ ഒന്ന് വേഗം സ്വർഗരാജ്യം എന്ന പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്നൊന്ന് പറയാം. അത് വായിക്കുന്നവർക്ക് കുറച്ച് സഹായമാവുകയും ചെയ്യും. 1-2 അധ്യായങ്ങൾ രാജാവിൻ്റെ ജനനം. 3-4 അധ്യായങ്ങളിൽ രാജ്യം അനൗൺസ് ചെയ്യപ്പെടുന്നു, സ്നാപക യോഹന്നാൻ. ഇനി 5 മുതൽ 7 വരെ ഈ രാജ്യത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ലൈഫ് സ്റ്റൈൽ ഓഫ് ദ കിങ്ഡം, ഈ രാജ്യത്ത് ജീവിക്കേണ്ട നിയമങ്ങൾ. ഇനി 8 മുതൽ 10 വരെ രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ്. അവിടെയാണ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗങ്ങളെല്ലാം. കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇനി 11 മുതൽ 13 വരെ ഈ രാജ്യം എങ്ങനെ, ഈ രാജ്യത്തിൻ്റെ നേച്ചർ എന്താണ്, നേച്ചർ ഓഫ് ദ കിങ്ഡം. 14 മുതൽ 18 വരെയാണ് അച്ഛൻ പറഞ്ഞ ഈ ചോദ്യത്തിൻ്റെ ഭാഗം. അതായത് ഈ സഭയെക്കുറിച്ച് അല്ലെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, ഈ കാര്യങ്ങളെല്ലാം വരുന്ന ആ ഭാഗം. ഈ രാജ്യം അടുത്ത ആ രാജ്യത്തിൻ്റെ അവകാശിക്ക് കൈമാറുന്നതാണ് ഈ ഭാഗം. അവിടെയാണ് ഈ താക്കോല് കൈമാറുന്നത്. എന്ന് പറഞ്ഞാൽ രാജാവ് ദൂരദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് പ്രൈം മിനിസ്റ്ററിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതാണ് ഈ താക്കോൽ കൈമാറ്റം. അതിനൊരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഴയ നിയമത്തിലുണ്ട്. അതായത് യെശയ്യാ 22 ഷെബനായിക്ക് താക്കീതെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ ഷെബന എന്ന് പറയുന്ന ഈ കൊട്ടാര വിചാരിപ്പുകാരൻ, പ്രൈം മിനിസ്റ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കൊട്ടാരത്തിലെ പ്രൈം മിനിസ്റ്ററാണ് താക്കോല് സൂക്ഷിക്കുന്നത്. കാരണം രാജാവല്ല കൊട്ടാരം അടയ്ക്കുകയും തുറക്കുകയും എല്ലാം ചെയ്യുന്നത്, അത് പ്രൈം മിനിസ്റ്ററാണ്. ഹൗസ് ഹോൾഡിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ രാജാവിനല്ല, ഈ പ്രൈം മിനിസ്റ്ററാണ്. ആ പ്രൈം മിനിസ്റ്ററാണ് താക്കോൽ വഹിക്കുന്ന ആൾ. അപ്പോൾ ഈ രാജാവിൻ്റെ സ്ഥാനത്ത് നിന്ന്
ഈ രാജ്യഭരണം നിർവഹിക്കുന്ന യഥാർത്ഥത്തിൽ ഈ കൊട്ടാരം വിചാരിപ്പുകാരനാണ്, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററാണ്. അത് കൃത്യമായ പഴയ നിയമ ബാക്ക്ഗ്രൗണ്ടിലാണ് താക്കോല് ഈശോ പറയുന്നതും മത്തായി അത് ഓർമ്മിച്ച് എഴുതി വെക്കുന്നതും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ രാജ്യത്തിൽ പ്രൈം മിനിസ്റ്ററിനുണ്ടായിരുന്ന റോളാണ് പത്രോസിനെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മത്തായി പ്രഖ്യാപിക്കുകയാണ്. പിന്നെ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്ന് പറയുന്നതും യെശയ്യാ 22 അങ്ങനെയുണ്ട്. പിന്നെ അവൻ ഭവനത്തിന് പിതാവായിരിക്കുന്നുണ്ട്, അവൻ ഒരു ഫാദറിൻ്റെ റോളായിരിക്കും എടുക്കുന്നത്. ഇങ്ങനെയുള്ള വിശദാംശങ്ങളെല്ലാം ആ യെശയ്യാ 22 ബാക്ക്ഗ്രൗണ്ടിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ സഭയിൽ പത്രോസിൻ്റെ പരമാധികാരത്തെ, അല്ലെങ്കിൽ സഭയിൽ ഈ പേപ്പസിയെ എല്ലാം കൃത്യമായി പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മത്തായി എഴുതുന്നത്. ഈ ഫരിസേയരെയും നിയമജ്ഞരെയും കർശനമായിട്ട് ശാസിക്കുകയും അവരെ തിരുത്തുകയും കഠിനമായിട്ട് അവരുടെ നേരെ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഈശോയെ വിശുദ്ധ മത്തായി ശ്ലീഹ അവതരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് യഹൂദരെ പ്രകോപിപ്പിക്കുകയല്ലേ, അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി അകറ്റുകയല്ലേ ചെയ്യുന്നത്. അവരെ കർശനമായ വിധത്തിൽ, അതായത് കടുത്ത ഭാഷയിലാണ്, പ്രത്യേകിച്ച് 23-ാം അധ്യായത്തിലൊക്കെ നേരിട്ട്, അതുവരെയും ഉപമകളിലൂടെ ഇൻഡയറക്റ്റായിട്ട് ശാസിക്കുമ്പോൾ 23-ാം അധ്യായത്തിൽ നേരിട്ട് തന്നെ ആക്രമിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്തുവാ? അത് ഉൾപ്പെടുത്താനുള്ള കാരണം എന്തുവാ? അതായത് ഈ ക്രിസ്തുവിൻ്റെ നീതി ഒരു വശത്ത്, അതായത് ക്രിസ്തു ആഗ്രഹിക്കുന്ന നീതിയുടെ നിലവാരം, അല്ലെ ജീവിത നിലവാരം, അല്ലെ നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞ വിശുദ്ധി, അതാണ് ഗിരിപ്രഭാഷണം പറഞ്ഞത്. ഇനി ഇതിനെതിരായിട്ട് കൗണ്ടറായിട്ട് നിൽക്കുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്നത് പരിസേയ നീതിയാണ്. എന്താണ്? ബാഹ്യമായ ആചാരങ്ങൾ മാത്രം കൃത്യമായി അനുഷ്ഠിച്ചാൽ ഒരാൾ നല്ലവനും വിശുദ്ധനുമാണെന്ന് തെറ്റിദ്ധരിച്ച പരിസേയർ. യഥാർത്ഥത്തിൽ ഗോസ്പലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത്, സുവിശേഷത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് പരിസേയത്വമാണ്. അതിനെ പൊലസ്ലിയ വിളിക്കുന്നത് ലീഗലിസം എന്നാണ്. സുവിശേഷം ഒരാൾക്ക് മനസ്സിലാകാത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലീഗലിസ്റ്റിക്കായ മൈൻഡുള്ളവർക്ക് ഗോസ്പൽ മനസ്സിലാവില്ല. കാരണം ലീഗലിസമാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. പരിസേയർക്ക് ഒരിക്കലും യേശുവിനെ മനസ്സിലായില്ല. അപ്പോൾ സുവിശേഷത്തിന് യേശു കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധി ബ്ലോക്കായിരുന്നു പരിസേയത്വം. അതുകൊണ്ട് കർത്താവ് അതിനെ ശക്തമായ കൂടം കൊണ്ടാണ് പരിസേയത്തെ തകർക്കുക. അതുകൊണ്ട് 1, 2, 3, 4, 5 ഇങ്ങനെ അവർ എന്താണ് പരിസേയത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന അർത്ഥരഹിതമായ നടപടികളെന്ന് കർത്താവ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം അത് ഇന്നത്തെ കാലത്ത് നമുക്കും കാലികമായ വായനകളുള്ള കാര്യമാണത്. അറിയാതെ ക്രിസ്തീയത പരിസേയത്വമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ അറിയാതെ തന്നെയുണ്ട്. പൗലോസ് റോമാലേഖനത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിയമത്തിൽ നിന്ന് നമ്മൾ മോചനം കിട്ടിയവരാണ്. വീണ്ടും നിങ്ങൾ ആ ലീഗലിസത്തിലേക്ക് തിരിച്ചു പോകരുത്. ലീഗലിസത്തിൻ്റെ മേളിലാണ് ഗോസ്പല്. അതായത് ചില നിയമങ്ങൾ പാലിക്കുന്നു, പരിചയം പറയുന്നില്ലേ, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഉപവസിക്കുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് ഞാൻ നല്ലവനാണ്. കർത്താവ് ഉദ്ദേശിക്കുന്ന നീതി അതല്ല. നിൻ്റെ ഉള്ളെങ്ങനെ, നിൻ്റെ അകത്തെന്താ നടക്കുന്നത്, നിൻ്റെ കാഴ്ചപ്പാടെന്താ. അപ്പോൾ ഈ നീതിക്ക് എതിരെ നിന്ന ഒരു നീതിയാണ് പരിചയത്വം. പരിചയത്വത്തിൽ ഒരാൾ തൃപ്തിപ്പെട്ടാൽ അയാൾക്ക് ക്രിസ്തുവിലെത്താൻ പറ്റില്ല. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് എത്തുന്നതിന് ഒരാളെ തടഞ്ഞ ഏറ്റവും വലിയ പൈശാചിക സിസ്റ്റത്തിൻ്റെ പേരാണ് പരിചയത്വം. അപ്പോൾ അത് ഈശോ തകർക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് അനുഭാവപൂർണമായൊരു സമീപനം ഉണ്ടായാൽ ഗോസ്പലിൻ്റെ വേര് ഈ മണ്ണിൽ നട്ട് വളർത്താൻ പറ്റത്തില്ല. അവസാന വിധിയെക്കുറിച്ച് വിശുദ്ധ മത്തായി ശ്ലീഹയാണ് ദീർഘമായ ഒരു വിവരണം നൽകുന്നത്. അതിമനോഹരമായ ഒരു ഭാഗമാണ്. പക്ഷേ അവിടെ നമുക്കുണ്ടാകുന്ന ഒരു സംശയം, വെറും ഒരു സോഷ്യൽ വർക്കാണോ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത? അതായത് 6 ചോദ്യങ്ങൾ ഒരു സാധാരണ വിശ്വാസിയെ പരിഭ്രമിപ്പിക്കുന്നത്. ഇതിനകത്ത് മാമോദിസ സ്വീകരിച്ചോ എന്നൊരു ചോദ്യമില്ല, കുമ്പസാരിച്ചോ എന്നൊരു ചോദ്യമില്ല, കുർബാനയ്ക്ക് പോയോ എന്നൊരു ചോദ്യമില്ല, പിന്നെ ക്രിസ്ത്യാനിയായോ എന്നൊരു ചോദ്യമില്ല. ആകെയുള്ള ചോദ്യം അച്ഛനീ പറഞ്ഞ പോലെ പാരൻ്റ്ലി വെളിയിൽ നിന്നിങ്ങനെ നോക്കുമ്പോൾ ഒരു സാമൂഹിക പ്രവർത്തനം എന്ന് തോന്നുന്ന 6 ചോദ്യങ്ങൾ. പക്ഷെ അത് ഒരു സോഷ്യൽ വർക്കിനെ സൂചിപ്പിക്കുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ ഈ 6 ചോദ്യങ്ങളെ സൂചിപ്പിക്കുന്നത് ഒറ്റ ചോദ്യമാണ്: സ്നേഹിച്ചോ സ്നേഹിച്ചില്ലയോ? എന്താണ് ആത്യന്തികമായിട്ട് സുവിശേഷത്തിൻ്റെ ലക്ഷ്യം? അപ്പോസ്തലൻ പറയുകയാണ്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. മാമോദിസ സ്വീകരിച്ച എന്തിനാണ്? കുമ്പസാരിക്കുന്ന എന്തിനാണ്? കുർബാന സ്വീകരിക്കുന്ന എന്തിനാണ്? യേശുവിനെ അറിഞ്ഞ എന്തിനാണ്? വിശ്വാസ ജീവൻ നയിക്കുന്ന എന്തിനാണ്? ഒറ്റ കാര്യമുള്ളൂ: സ്നേഹിക്കാൻ, സ്നേഹമായിട്ട് മാറാൻ. സുവിശേഷത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ് ഒരാൾ യേശുവായിട്ട് മാറുക എന്നുള്ളതാണ്, സ്നേഹമായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നീ സ്നേഹമായോ ഇല്ലയോ? അതിൻ്റെ പേരിലാണ് വിധി. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ പേരിലാണ്. നമ്മൾ
അന്തിമ രക്ഷ പ്രാപിക്കുന്നത് സ്നേഹത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഒരാൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ വിശ്വാസം വേണ്ടല്ലോ. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഒരാൾക്ക് അയാളുടെ സ്വാഭാവിക ശരീരത്തിൽ ശേഷിയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരാളിലേക്ക് വരണമെങ്കിൽ അത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നേ വരും. ഇപ്പം മാക്സിമിലിയൻ കോൾബെ വേറൊരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നത് സാമൂഹിക പ്രവർത്തനത്തിൻ്റെ പേരിലോ അയാളോടുള്ള കരുണയുടെ പേരിലോ അല്ല, ക്രിസ്തുവിൻ്റെ പേരിലാണ്. പത്രോസ് യേശുവിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും പൗലോസ് കഷ്ടപ്പെടുകയും ചെയ്യുന്നത് മനുഷ്യർക്ക് നന്മയുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് എത്തിച്ചേരുന്ന യാത്രയുടെ പേരാണ് വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ആത്മീയ ജീവിതം. അപ്പോൾ അന്ത്യവിധി സ്നേഹമായോ സ്നേഹമായില്ലയോ ആ ചോദ്യമാണ്. അത് സാമൂഹിക പ്രവർത്തനം ചെയ്തോ ഇല്ലയോ എന്നുള്ള ചോദ്യമല്ല. അന്ത്യവിധി യഥാർത്ഥത്തിൽ അച്ഛൻ ഇതൊരു ചോദ്യോത്തര പരിപാടിയായിരിക്കും അന്ത്യവിധിയിൽ. അതായത് ഈ ഈശോ ഇങ്ങനെ ഇരുന്നിട്ട് ചോദിക്കുന്നു ചോദിക്കുന്നില്ല എന്നുള്ളതിനപ്പുറത്ത് മാനദണ്ഡങ്ങൾ വിശദീകരിക്കുന്നതാണത്. വിധി എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഇപ്പോൾ ഒരാളെ ഇങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ദൈവത്തിന്? യഥാർത്ഥത്തിൽ വിധിയുടെ ക്രൈറ്റീരിയൻ ഇതാണ്, അത് ഈശോ പ്രഖ്യാപിക്കുകയാണ്. ഒടുവിൽ നമ്മൾ ഈ നിലവാരത്തിൽ എത്തിയില്ലെങ്കിൽ, ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലം പോലെ എന്താ യഥാർത്ഥത്തിൽ? ശുദ്ധീകരണ സ്ഥലം ഒരാളിൽ സ്നേഹമല്ലാത്തതെല്ലാം കത്തിച്ചു കളയുന്ന സ്ഥലമാണ്. ഒടുവിൽ സ്നേഹം മാത്രം അവശേഷിക്കുന്ന ഒരു സ്റ്റേജിൻ്റെ പേരാണ് സ്വർഗീയ പ്രവേശനം. കാരണം സ്വർഗത്തിൽ കയറാൻ 100% വിശുദ്ധി ആവശ്യമുണ്ട്. എന്താണ് 100% വിശുദ്ധി? 100% സ്നേഹം എന്നാണ് 100% വിശുദ്ധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ലേ? ഓരോ പാപവും സത്യത്തിൽ നഷ്ടപ്പെടുത്തിയത് സ്നേഹത്തെ അല്ലേ? സ്നേഹത്തിൻ്റെ കുറവല്ലേ എല്ലാ പാപവും? എവിടെയോ സ്നേഹിക്കാതിരിക്കുന്നതല്ലേ പാപത്തിൻ്റെ കാരണം? സ്നേഹം പോകുന്നതല്ലേ പാപം? അപ്പോൾ അത് യഥാർത്ഥത്തിൽ സ്നേഹമായോ ഇല്ലയോ എന്നുള്ള പരിശോധനയാണ് വിധി. പീഡാനുഭവങ്ങളെക്കുറിച്ച് 2-3 അധ്യായങ്ങളിലൂടെയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ വിവരിക്കുന്നത്. ഇത്ര ദീർഘമായ ഒരു ഭാഗം പീഡാസഹനങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുന്നത് പീഡാസഹനത്തിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 14 മുതൽ 18 വരെ ഈ രാജ്യം അടുത്ത അവകാശിക്ക് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന് ഉത്തരവാദിത്വം കൈമാറുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത 19 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ പഴയ രാജ്യത്തിൻ്റെ അവസാനം, അവിടെയാണ് ഈ പരിസയരോടുള്ള യുദ്ധം ഉപമകളിലൂടെ എല്ലാം പറഞ്ഞ് ഈ പഴയ സിസ്റ്റത്തിൻ്റെ അവസാനമാണത്. 26 മുതൽ 28 വരെ അച്ഛൻ പറഞ്ഞ പോലെ 26, 27, 28 അവസാനത്തെ 3 അധ്യായങ്ങൾ യഥാർത്ഥത്തിൽ പീഡാസഹനം എന്നല്ല മത്തായി അവിടെ വിവരിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്. അത് രാജാവിൻ്റെ വിജയവും കിരീടധാരണവുമാണ്. അപ്പോൾ പാഷൻ നരേറ്റീവ് ഫോർ മാത്യു ഈസ് വിക്ടറി ഓഫ് ദ കിങ് ആൻഡ് കൊറോണേഷൻ ഓഫ് ദ കിങ്. അവിടെ ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് യഥാർത്ഥത്തിൽ പരിഹസിക്കാൻ വേണ്ടി എഴുതി വെച്ചത് ഇങ്ങനെ കാലത്തെയും ചരിത്രത്തെയും നോക്കി നിരന്തരമായി ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് യഹൂദൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രാജാവാണ് എന്ന്. അപ്പോൾ പാഷൻ നരേറ്റീവ് വാചാലമായി മത്തായി വിവരിക്കുന്നതിൻ്റെ കാരണം അത് രാജാവിൻ്റെ കിരീടധാരണമാണ്. അത് രാജാവ് ലോകത്തിൻ്റെ മുമ്പിൽ രാജാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ ഒരു സമയമാണ്. ഉയർപ്പാണ് വിജയത്തിൻ്റെ അടയാളം അല്ലേ? ഉത്ഥാനമാണ് അതിൻ്റെ പൂർത്തീകരണം. അവിടെ ആ വിക്ടറി, ആ വിൻഡിക്കേഷൻ, രാജാവിനെ ഈ കിരീടം ധരിപ്പിച്ച് സിംഹാസനത്തിലിരുത്തുന്നത് ഉത്ഥാനമാണ്. മത്തായിയുടെ സുവിശേഷമാണ് ഏറ്റവും വലിയ സുവിശേഷം. വളരെ വിശദമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സ്വർഗാരോഹണത്തെക്കുറിച്ചൊന്നും പറയാത്തത്? അതായത് മത്തായി യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കുമ്പോൾ രാജാവിൻ്റെ വിജയം, രാജാവിൻ്റെ കിരീടധാരണം അത് യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ അവതരിപ്പിച്ചതിന് ശേഷം ഈ രാജാവിനെക്കുറിച്ചുള്ള വാർത്ത ലോകം മുഴുവൻ പോയി പ്രഘോഷിക്കണം എന്ന് പറഞ്ഞാണ് മത്തായി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രാധാന്യം സ്വർഗാരോഹണത്തിന് കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. അത് അച്ഛൻ ചോദിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഉത്തരവില്ല. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ അന്വേഷിക്കാം. ഉത്തരവില്ലാത്ത കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അതായത് എന്തുകൊണ്ട് മത്തായി ശ്ലീഹ കൂടെ നടന്ന ആളാണ്, എത്രയോ കാര്യങ്ങൾ കർത്താവിനെക്കുറിച്ച് നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ്, പലതും എന്തിനാണ് അവരെല്ലാം വിട്ടുകളഞ്ഞത്? ഈ സെലക്ഷൻ യഥാർത്ഥത്തിൽ അവരുടെ പർപ്പസിനെ സേവ് ചെയ്യുന്നത് മാത്രമേ അവർ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് നരേറ്റീവ് ഗോസ്പലാണ്, യോഹന്നാൻ റിഫ്ലക്റ്റീവാണ്. ഇപ്പോൾ യോഹന്നാൻ എല്ലാം എടുത്തിട്ടില്ല. മത്തായി മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു വലിയ രൂപമാണ് യഥാർത്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം. ചില കാര്യങ്ങൾ മത്തായി അവിടെയും വിട്ടിട്ടുണ്ട്. ഈ സെലക്ഷൻ എപ്പോഴും അവരുടെ തിയോളജിയെ സേവ് ചെയ്യുന്ന, അല്ലെ ആ പർപ്പസിനെ സേവ് ചെയ്യുന്ന സെലക്ഷൻ മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ. പിന്നെ 3 ഗോസ്പൽസ് ഉള്ളത് കൊണ്ട് മറ്റൊരു സുവിശേഷത്തിലുള്ളത് ചിലപ്പോൾ അവർ വിട്ടുകളഞ്ഞതാവാം. പ്രധാനമായിട്ടും എനിക്കറിയാവുന്നത് അവരെന്താണോ അവതരിപ്പിക്കാൻ, ഇപ്പോൾ രാജാവിൻ്റെ കിരീടധാരണത്തോടുകൂടി രാജാവാണെന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി അത് അവസാനിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ മത്തായിയുടെ പർപ്പസിനെ സേവ് ചെയ്യുന്നില്ല എന്ന് മത്തായിക്ക് തോന്നിയിട്ടുണ്ടാവും.
മത്തായി യഥാർത്ഥത്തിലൊരു അത്ഭുതമാണ്. അതായത് ഒരു ചുങ്കക്കാരൻ മാത്രമായിരുന്ന മത്തായി ഇതുപോലെ ഒരു സുവിശേഷകനായി മാറാനുള്ള ഒരു കൃപ, അതൊരു പക്ഷേ നമുക്കൊക്കെ നൽകുന്ന വലിയൊരു പ്രത്യാശയല്ലേ. അതായത് നമ്മൾ ആരാണെന്നുള്ളതല്ല നമ്മുടെ ഒരു ശുശ്രൂഷയ്ക്കുള്ള യോഗ്യത. നമുക്ക് പ്രത്യേകിച്ച് ഒരു സുവിശേഷം രൂപപ്പെടുത്തുവാൻ തന്നെ മത്തായി എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു പൈസയുടെ കണക്ക് നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് സാധിച്ചെങ്കിൽ ആർക്കും ഈ ഒരു ശുശ്രൂഷയിൽ കടന്നു വരാൻ സാധിക്കുമെന്നല്ലേ അതിൻ്റെ ഒരു സന്ദേശം. യഥാർത്ഥത്തിൽ മത്തായിയുടെ ജീവിതത്തിൻ്റെ പ്രായശ്ചിത്തങ്ങളിലൊന്നാണ് ഈ സുവിശേഷ രചന. ജീവിതം കൊണ്ട് ഇടറിപ്പോയ ഇടങ്ങളിലൊക്കെ തനിക്ക് അങ്ങോട്ട് പോയി തിരുത്താൻ പറ്റാത്തതുകൊണ്ട് ഇനി പാപികളായ മനുഷ്യർ അവരുടെ രക്ഷയുടെ സാധ്യത കണ്ടെത്താൻ ഈ രചന സഹായിക്കുമെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും നല്ല പരിഹാരം എന്നുള്ള ചിന്തയാവണം മത്തായിയെ ഈ രചനയ്ക്ക് ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കാൻ കാരണം എന്ന് നമുക്ക് ചിന്തിക്കാം. പിന്നെ ഏറ്റവും രസകരമായൊരു കാര്യങ്ങളിലൊന്ന്, മത്തായി യേശുവിനെ വീട്ടിലേക്ക് സ്വീകരിക്കുമ്പോൾ ലൂക്കായാണെന്ന് തോന്നുന്നു പറയുന്നത് വലിയൊരു വിരുന്ന് നടത്തിയെന്നാണ്. മത്തായി പറയുന്നത് വിരുന്ന് നടത്തിയെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലജ്ജയോടുകൂടിയാണ് മത്തായി തൻ്റെ ആ ഭാഗത്തെ യഥാർത്ഥത്തിൽ വളരെ റിസർവ്ഡായിട്ടാണ് വിവരിക്കുന്നത്. അത് പറയാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് ജാള്യതയുള്ളതുപോലെ അത്രയും ബലഹീനനായ എന്നെയാണ് ദൈവം വിളിച്ചതെന്നുള്ള തിരിച്ചറിവ് അവിടെ അങ്ങനെയുള്ള സൂക്ഷ്മമായ വിശദാംശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി റിവാർഡിംഗ് ആണ് സുവിശേഷങ്ങളിൽ. മത്തായിയുടെ സുവിശേഷം ഒരുപാട് റിവാർഡിംഗ് ആണ്, വായനയും പഠനവും. അതുകൊണ്ട് തന്നെ ഈ വായനാ യാത്രയിൽ വായനക്കാരായി നിങ്ങൾ ഓരോരുത്തരും ഈ മത്തായിയുടെ സുവിശേഷത്തിലൂടെ പ്രോഫിറ്റ് ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചോദിച്ച ചോദ്യങ്ങളും അല്ലെങ്കിൽ പങ്കുവച്ച അനുഭവങ്ങളും ഉത്തരമുള്ളതും ഉത്തരമില്ലാത്തതും മനസ്സിലായതും മനസ്സിലാകാത്തതുമായ അനേകം കാര്യങ്ങളുമായി നമ്മുടെ ഈ വചനയാത്ര തുടരുകയാണ്. ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.